ഉറക്കം. എല്ലാവരുടെ ഒരു ഹോബി എടുത്തു നോക്കിയാൽ അതിൽ നമുക്ക് കാണാൻ പറ്റും ഒരു പോയിന്റ് ഉറക്കമായിരിക്കും അല്ലേ. ഉറങ്ങാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു ദിവസം അങ്ങ് തന്നു കഴിഞ്ഞാൽ കിടന്നുറങ്ങുന്ന ഒരുപാട് ആൾക്കാർ നമുക്കുണ്ട്. പക്ഷെ ഒന്ന് ചോദിക്കട്ടെ, എന്നാൽ കുറേ കാലമായിട്ട് സമാധാനപരമായിട്ട് ഉറങ്ങാത്ത ഒരുപാട് പേര് നമുക്ക് ചുറ്റിലുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹൗ ടു ഗെറ്റ് എ ബെറ്റർ സ്ലീപ്പ്, എങ്ങനെ നിങ്ങൾക്ക് നന്നായിട്ട് ഉറങ്ങാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആണ് നെസസിറ്റി നോർ ലക്ഷറി. ഉറക്കം എന്ന് പറയുന്നത് നെസസിറ്റിയാണ്. അത് നമുക്ക് ഭയങ്കര നെസസറി ആയ ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ 24 മണിക്കൂറിൽ ഒരു 6 to 8 മണിക്കൂർ നമ്മൾ തീർച്ചയായിട്ടും ഉറങ്ങിയിരിക്കണം. അങ്ങനെ ഉറങ്ങാത്ത പക്ഷം ഒരിക്കലും നമുക്കൊരു എനർജറ്റിക് ഡേ ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ എല്ലാവർക്കും പറയാം ഞാൻ രാത്രി കുറേ നേരം ഫോണിൽ നോക്കിയിരുന്നു, എനിക്ക് ഉറക്കം വന്നില്ല. പക്ഷെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഫോണിൽ നോക്കിയിരിക്കുന്നത് കൊണ്ടാണ് ഉറക്കം വരാത്തതെന്ന്? അല്ല, എല്ലാവരും പറയല് എനിക്ക് ഉറക്കം വരാത്തത് കൊണ്ട് ഫോൺ നോക്കിയിരുന്നു എന്ന്. അവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, ഫോണിനേക്കാൾ നിങ്ങൾക്ക് നെസസറി ആയിട്ടുള്ളത് നിങ്ങളുടെ ഉറക്കമാണ്. ആ ഉറക്കം ശരിയായാലേ നിങ്ങൾക്ക് പിറ്റേത്തെ ഒരു ദിവസം നിങ്ങൾക്ക് എനർജറ്റിക് ആയിട്ട് പുറത്തോട്ട് നിങ്ങളുടെ മൈൻഡ് പോലും നന്നായിട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഉറക്കം വേണം. അപ്പം ഉറക്കം ഒരു നെസസറി ആയ കാര്യമാണ്. നിങ്ങളുടെ ഒരു ദിവസം ആ ഒരു 6 to 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങിയിരിക്കണം. ഈ ഉറങ്ങാത്ത പക്ഷം അത് നമ്മളുടെ ബാക്കിയുള്ള എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ ഡൈജഷൻ ആയാലും അല്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധയില്ലായ്മ, നമ്മളുടെ പലതിനും ആ ഉറക്കം നമ്മളെ ബാധിക്കും. അപ്പം ഉറങ്ങുക കറക്റ്റ് സമയത്ത്. നമ്മളൊരു ദിവസത്തിൽ ബാക്കിയുള്ളതിന് പ്രയോറിറ്റി കൊടുക്കുന്നതിന് പകരം ഉറക്കത്തിന് നിങ്ങളൊരു പ്രയോറിറ്റി കൊടുക്കുക. ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു രാജ്യത്ത് കുറച്ച് തടവുകാരുണ്ടായിരുന്നു. അവർക്കൊരു ചലഞ്ച് കൊടുത്തു, നിങ്ങളൊരു 30 ദിവസം ഉറങ്ങാതിരിക്കുക എന്നുള്ളൊരു ചലഞ്ച്. അതിനുവേണ്ടി അവർക്ക് ഒരു വാതകം, ഒരു എന്തോ എയറോ അങ്ങനെ എന്തോ അവരെ ഉറങ്ങാതിരിക്കാൻ വേണ്ടി എന്തോ ഒരു ഡ്രഗോ എയറോ എന്തോ അവരുടെ റൂമുകൾക്കുള്ളിൽ നിറച്ചു. അങ്ങനെ ദിവസം പോയികെ 10-15 ദിവസം കഴിഞ്ഞപ്പം ഇവരെന്ത് ചെയ്തു, ആ വാതകം നിർത്തിവെച്ചു. എന്നിട്ട് അവരുടെ ഒരു എക്സ്പെരിമെൻ്റ് നടത്തി. അപ്പം മനസ്സിലായി ഈ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ തമ്മിൽ ആക്രമിക്കാനും അക്രമാസക്തമായി മാറി. ഇവർക്ക് ഉറക്കം കിട്ടാതെയും അല്ലെങ്കിൽ ഇവർ ആ ഒരു വാതകത്തിന് അഡിക്റ്റായി പോയിരുന്നു. ഇവർക്ക് ഉറങ്ങാതെ ആ ഒരു ഇതിന് അവർ അഡിക്റ്റായി പോയിരുന്നു. അപ്പം ആ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ ഒരുമാതിരി ഭ്രാന്തന്മാരെ പോലെ, നമ്മൾ ഈ സോംബീസിനൊക്കെ പറയില്ലേ, അതുപോലെ ഭ്രാന്തന്മാരെ പോലെ ആയിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും മരിച്ചു പോവുകയും ചെയ്തു. അപ്പം ഈ ഉറക്കത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലേ, നമ്മൾ 2-3 ദിവസം നമ്മൾ ഉറങ്ങാതിരുന്നാൽ നമുക്ക് മനസ്സിലാവും നമ്മളുടെ മാനസിക നില മൊത്തമായിട്ട് തെറ്റും അല്ലേ. നമുക്ക് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ നമ്മൾ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പം ഉറക്കത്തിൻ്റെ ഒരു നെസസിറ്റിയാണ് ഈ കഥയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഈ ഉറക്കം ഒരിക്കലും കളയാതിരിക്കുക, കറക്റ്റ് സമയത്ത് ഒരു ദിവസം നിങ്ങൾ ഉറങ്ങുക. നെക്സ്റ്റ് പോയിന്റ് ആണ് മോർ സൺലൈറ്റ്. നല്ല വെയിൽ കൊള്ളുക. നമുക്കറിയാം വിറ്റാമിൻ ഡി ഒക്കെ കിട്ടുന്നത് നമ്മളുടെ ഈ രാവിലത്തെ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഒക്കെ ഒരു 3-4 മണിക്കുള്ളിലുള്ള ആ വെയിലാണ്. അപ്പോൾ മോർ സൺലൈറ്റ്, നല്ല സൺലൈറ്റ് കൊള്ളുക. ഇപ്പം നമ്മൾ പറയും ഇങ്ങനെ എപ്പോഴും ലാപ്ടോപ്പിന് മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് ഒരു പണിയെടുക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു റൂമിൻ്റെ ഉള്ളിൽ അടച്ചുകൂട്ടി അങ്ങനെ പണിയെടുക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് കറക്റ്റ് ഉറക്കം കിട്ടില്ല. മറിച്ച് പുറത്ത് നല്ല അധ്വാനിച്ച് നല്ല വെയിലത്തൊക്കെ അധ്വാനിക്കുന്ന ഒരു പണിക്കാരനാണ്, അതേ നല്ല സുഖമായിട്ട് അവ കിടന്നുറങ്ങുന്നുണ്ടാവുക. അപ്പം മോർ സൺലൈറ്റ്, സൺലൈറ്റ് നമ്മളുടെ ഉറക്കത്തിനെ നന്നായിട്ട് നമ്മളെ ഉപകാരപ്പെടുന്നുണ്ട്. അപ്പം കൂടുതൽ വെയിൽ കൊള്ളുക, ഒരു ദിവസം ഇത്ര സമയമെങ്കിലും വെയിൽ കൊള്ളുക. നെക്സ്റ്റ് പോയിന്റ് ആണ് എക്സസൈസ്. ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഇങ്ങനെ ലാപ്ടോപ്പിന് മുന്നിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കിൽ ഇങ്ങനെ ഇരുന്ന് അധികം ഇളക്കമില്ലാത്തൊരു ജോലിയാണെങ്കിൽ നമുക്കറിയാം അവർക്കും ഉറക്കം, അവർ പറയും ഉറക്കമൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, ഈ വർക്ക് കൊണ്ടല്ല, അവരുടെ ശരീരം ഇളക്കാത്തത് കൊണ്ടാണ്. മറിച്ച് നല്ല ജിമ്മിനൊക്കെ പോകുന്ന, നിങ്ങളൊരു ദിവസം ജിമ്മിന് പോയി നോക്കും, നല്ലൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ അന്ന് നിങ്ങൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. നിങ്ങൾക്ക് ഭയങ്കര ഉറക്കം ഉണ്ടായിരിക്കും. ആ സമയത്ത് ഭയങ്കര ക്ഷീണമായിരിക്കും. ആ ക്ഷീണം ഉണ്ടായിരിക്കും, നമ്മൾ നല്ല ഉറക്കവും ചെയ്യും. അപ്പം എപ്പോഴും എക്സസൈസ് ചെയ്യുക. നിങ്ങൾ ഇരുന്ന് ജോലി എടുക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇളക്കമില്ലാത്തൊരു ജോലിയാണെങ്കിൽ എപ്പോഴും ഒരു 30 മിനിറ്റ്സ്, അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ്സ് എങ്കിലും ഒരു ദിവസത്തെ നിങ്ങൾ കണ്ടെത്തുക എക്സസൈസ് ചെയ്യാൻ. നെക്സ്റ്റ് പോയിന്റ് ആണ് ബെഡ് അറ്റ് റൈറ്റ് ടൈം. നമ്മളൊരു ശീലമാക്കി പറ്റുക. ഒരു 9 മണിക്ക് ഞാൻ കിടക്കും അല്ലെങ്കിൽ ഒരു 10 മണിക്ക് ഞാൻ കിടക്കും, അതൊരു ശീലമാക്കി മാറ്റുക. നമുക്കത് പൊതുവേ ഇപ്പോൾ കാണപ്പെടുന്ന അങ്ങനെയൊന്നുമില്ല, ഉറക്കം വന്നാൽ ഞാൻ ഉറങ്ങും, എനിക്കങ്ങനെ പ്രത്യേക സമയമൊന്നുമില്ല, ഉറക്കം വന്നാൽ ഞാൻ ഉറങ്ങും, 7 മണി ആയാലും 2 മണി ആയാലും. അങ്ങനെയല്ല, അതിന് മറിച്ച് നിങ്ങളൊരു 7 മണി അല്ലെ ഒരു 9 മണി എന്ന് നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ 9 മണിക്ക് ഇനി കിടക്കും. അത് 2 ദിവസം നിങ്ങൾ കിടന്ന ശീലമായി കഴിഞ്ഞാൽ പിറ്റേ ദിവസമുള്ള 9 മണി മുതൽ നിങ്ങൾക്ക് ഉറക്കം വന്നിരിക്കും. അപ്പം ആ 9 മണിക്ക് കിടക്കുന്നത് ഉപരി തന്നെ നിങ്ങൾക്ക് നേരത്തെ എണീക്കാനും പറ്റും. അപ്പോൾ ഒരു റൈറ്റ് ടൈം, ബെഡ് കിടക്കാൻ ഒരു റൈറ്റ് ടൈം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നെക്സ്റ്റ് പോയിന്റ് ആണ് കാം യുവർ ഇന്നർ ചാറ്റർ.
നമ്മൾ കിടക്കാൻ സമയത്ത് നമുക്കിനി എന്തെങ്കിലും ടെൻഷനോ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ കിടക്കാൻ സമയത്ത് നമ്മൾ ഉള്ളിൽ തന്നെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവും, ഇന്നത് ചെയ്യേണ്ടില്ലായിരുന്നു, ഇനി നാളെ അതൊക്കെ ചെയ്യണം, ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് ഉറക്കം വരില്ല, നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടില്ല. പിന്നെ നമ്മളിങ്ങനെ ഉള്ളിലിങ്ങനെ പറഞ്ഞ് പരാതികളും ദേഷ്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കാന്നല്ല, നമ്മൾ സമയം കളയാന്നല്ല, അത് നമുക്ക് നല്ലൊരു സുഖകരമായിട്ട് ഉറക്കം കിട്ടില്ല. നമ്മൾ സമാധാനത്തോടെയും ആവില്ല ആ ഉറക്കത്തിലോട്ട് പോവുക. ഇങ്ങനെ ടെൻഷൻ അടിച്ചും സ്വയം സംസാരിച്ച് ഒരു ഇന്നർ ചാറ്റർ നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം അവോയ്ഡ് ഇന്നർ ചാപ്റ്റർ. കാരണം നിങ്ങൾ അറിയാം, ഈ വലിയ സക്സസ് ആയ ആൾക്കാർ പറയാറുണ്ട്, നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 2 പേജ് ബുക്ക് വായിക്കുക. കാരണം അത് വായിക്കുന്നത് വരെ നമ്മൾ നല്ല കാമായി ക്വൈറ്റായി നമ്മളുടെ ചിന്താശക്തി വരെ കൂട്ടി നമ്മൾ വളരെ ക്വൈറ്റായിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നുണ്ടാവുക. അപ്പം എപ്പോഴും നിങ്ങൾ ഇന്നർ ചാറ്ററിനെ അവോയ്ഡ് ചെയ്യുക. ഒരിക്കലും ആ സമയത്ത് നിങ്ങളുടെ ടെൻഷനുള്ള കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ ഉറക്കം കളയാതിരിക്കുക. നെക്സ്റ്റ് പോയിന്റാണ് നോ സ്ക്രീൻ ടൈം ബിഫോർ ബെഡ്. പറഞ്ഞു ഞാൻ, ഫോൺ ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മൂവി കണ്ട് കിടക്കുക, അല്ലെങ്കിൽ റീൽസ് ഒക്കെ നോക്കി. ഇപ്പം അതാണ്, രാവിലെ എണീക്കുന്നതും ഫോണിലേക്കാണ്, രാത്രി കിടന്നുറങ്ങുന്നതും ഫോണിലൂടെയാണ് അല്ലേ. ഫോണില്ലാതെ നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇല്ലാത്തൊരു കാലമായി മാറി. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഫോണിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാം ഇന്ന് ഫോണിലൂടെയാണ്, ഒരു വിരൽത്തുമ്പിലാണ് ഇന്നത്തെ ലോകം. അപ്പം അതിനെ കൺട്രോൾ ചെയ്യുക. അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് 15 മിനിറ്റ് മുന്നോ എല്ലാം മാറ്റി വെച്ച് നിങ്ങളൊന്ന് സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടി കംപ്ലീറ്റ് ബ്ലാക്ക് ആക്കി നിങ്ങളുടെ റൂം എപ്പോഴും ലൈറ്റൊക്കെ ഡിം ചെയ്ത് നല്ല കൂളായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. നെക്സ്റ്റ് പോയിന്റാണ് ബ്ലാക്ക് ഔട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ പൊതുവെ ചിലവർക്ക് നല്ല ലൈറ്റോടെ പേടി കൊണ്ടായിരിക്കാം, ചിലർക്ക് ഇരുട്ടൊക്കെ പേടിയുള്ളവരായിരിക്കാം. പക്ഷെ നല്ല ഇരുട്ട് റൂമിൽ കിടക്കുന്നവർ നല്ല പീസ്ഫുൾ ആയിട്ടാവും ഉറങ്ങുക. നമുക്ക് ഈ ലൈറ്റ് വരുമ്പം നമ്മൾ കുറച്ചും കൂടി ഡിസ്റ്റർബ്ഡ് ആണ് നമ്മൾ ഉറങ്ങുമ്പോൾ. ഇനിയിപ്പം 0 ബൾബ് എന്തെങ്കിലും അങ്ങനത്തെ ഈ റെഡ് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്യുക അതിന് പകരം. അങ്ങനെ പേടിയുള്ളവരാണെങ്കിൽ എപ്പോഴും ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഉറങ്ങാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് നല്ലൊരു ഉറക്കം സമ്മാനിക്കും. നെക്സ്റ്റ് പോയിന്റ് ആണ് കഫെയിൻസ്. നമുക്കറിയാം, കോഫി കുടിച്ചാലൊക്കെ നമ്മളുടെ ഉറക്കം പോകും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ രാത്രി ഉറക്കം ഒഴിച്ച് പഠിക്കുന്നവരാണെങ്കിൽ ഒരു കോഫി കുടിക്കുക, ഒരു ഗ്ലാസ് കോഫി കുടിക്കുക, എന്നാൽ പിന്നെ ഉറക്കം വരില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉറക്കത്തിന് മുന്നേ ഒരു ഗ്ലാസ് കോഫി കുടിക്കുക, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കോഫി, ടീ അങ്ങനത്തെ കഫെയിൻ ഐറ്റംസ് കുടിക്കാതിരിക്കുക. അത് നിങ്ങളുടെ ഉറക്കത്തിനെ ബാധിക്കും, നിങ്ങൾക്ക് ഉറക്കമില്ലായ്മയും അതിന് വരും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ബെഡ് നിങ്ങൾ ഉറങ്ങാൻ മാത്രം ഉപയോഗിക്കുക. നമുക്കറിയാം, നമ്മളിനിയിപ്പം എന്തെങ്കിലും പഠിക്കാനാണെങ്കിലോ ബെഡ് കിടന്ന് പഠിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി കഴിക്കാനാണെങ്കിലോ ലാപ്പിൽ എന്തെങ്കിലും മൂവിയൊക്കെ ഇട്ട് എന്തെങ്കിലും കഴിക്കാതെ വിചാരിക്കുമ്പോൾ ബെഡിലിരുന്ന് കഴിച്ചിട്ടൊക്കെ കാണും. എപ്പോഴും അത് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളുടെ ബെഡിനെ നിങ്ങൾക്ക് ഉറങ്ങാനുള്ളൊരു സ്ഥലം മാത്രമാക്കി മാറ്റുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി ഉറങ്ങാൻ ആ ബെഡിലേക്ക് പോകുമ്പം നിങ്ങൾക്ക് വേഗം ഉറക്കം വരും. കാരണം നിങ്ങൾ ആ ബെഡ് യൂസ് ചെയ്യുന്നത് ഉറങ്ങാൻ വേണ്ടി മാത്രമാണ്. അതിനെ മറിച്ച് നിങ്ങൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കാനും നിങ്ങളുടെ ബാക്കി ആക്ടിവിറ്റീസ് ചെയ്യാനും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉറക്കം എന്നുള്ളൊരു പ്രയോറിറ്റി ആ ബെഡിന് കൊടുക്കുന്നില്ല. അതിന് മറിച്ച് നിങ്ങൾ ഉറങ്ങാൻ മാത്രം ബെഡിലോട്ട് പോയി കിടന്നാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഉറക്കം വരും. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നല്ലൊരു എനർജറ്റിക് മൈൻഡ് ഉണ്ടാവാനും നല്ലൊരു ഡേ, ഒരു പോസിറ്റീവായിട്ട് ഡേ ഉണ്ടാക്കാനും നമുക്ക് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഇതെല്ലാം ലിമിറ്റ് ചെയ്ത് കൺട്രോൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു ഉറക്കം എല്ലാവർക്കും കിട്ടട്ടെ. താങ്ക് യു.